ഹായ്, ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ എൻ്റെ പരീക്ഷണത്തിൽ വിജയിച്ചൊരു കാര്യമാണ്. എല്ലാവർക്കും ഒരുവിധ പഞ്ചായത്തിൽ നിന്ന് ബയോബിൻ കിട്ടിയിട്ടുണ്ടാവില്ല. നമുക്ക് മഴക്കാലത്ത് ഏറ്റവും നല്ല ഭംഗിയിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ബയോബിൻ. അപ്പോൾ നമ്മൾ ഇതിന് മുൻപ് വേനൽക്കാലത്ത് തെങ്ങിൻ്റെ കടക്കിൽ ചെയ്ത വേസ്റ്റ് കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷീറ്റിലുണ്ടാക്കുന്നത് അത് നമുക്ക് എന്ത് ചപ്പ് ചവറ് നമുക്ക് വാരി വലിച്ചിടാം. കരിയില, വാഴയുടെ അത് അങ്ങനെ ഒന്നും ചെയ്യണ്ട. പക്ഷേ ഇത് നമുക്ക് മഴക്കാലത്ത് ഒരു മണം പോലും ഇല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാനിത് ഒറ്റ പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് നോക്കി കണ്ടോ? ഇതിൻ്റെ ഉള്ളിലേക്ക് കണ്ടോ എത്ര നീറ്റായിട്ടിരിക്കും. ഇത് വല്ല പുഴുണ്ട്. ഇതിപ്പോൾ ഒരാഴ്ചയായി കണ്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നീറ്റായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇത് ഇളക്കി കാണിച്ചു തരാം. ഒരു വടി എടുത്തിട്ട് ഇതിങ്ങനെ ഇളക്കുമ്പോൾ നോക്കി കണ്ടോ, അത്ര ചീഞ്ഞ് കുഴഞ്ഞിട്ടില്ലേ കണ്ടോ. ഇതാണ് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കമ്പോസ്റ്റ് നിറയ്ക്കാനായിട്ട്. കണ്ട നമ്മുടെ വേസ്റ്റ് ഇടുമ്പോൾ ഇത് ഈ ഒരു പരുവം കണ്ട ഇങ്ങനെ ഒലർന്നിരിക്കുന്നത് കണ്ട. അല്ല അതിങ്ങനെ അളിഞ്ഞ പോലെ നമ്മൾ കാനയിൽ ഇത് എറിയണ പോലെ ഒരിക്കലും ആവരുത്. നമ്മളിതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മളതൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ചെയ്യണ, വളം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതുപോലെ അതിൻ്റെ വൃത്തിക്ക് മനയിലും ചെയ്യും. അത് വെച്ച് നമ്മൾ വൃത്തിയുള്ളതെല്ലാം ഇടുക നമുക്കറിയാം. പക്ഷേ എന്നാലും നമ്മൾ പരമാവധി വൃത്തിക്ക് ഏത് കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ കാര്യവും ഭംഗിയായിട്ട് മാറും. അപ്പം അതിനായിട്ട് ഞാൻ ഇന്ന് ഇടാൻ ഉദ്ദേശിക്കുന്നതാണ് ഈ കാണുന്നത് കണ്ട. അപ്പോൾ നമ്മളിത് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം ഏതെങ്കിലും ഒരു സമയം ഫിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഇടാനായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ പച്ചക്കറി വേസ്റ്റുകളാണ്. അപ്പോൾ ഇത് കാബേജ് ചീഞ്ഞ് പോയി പെട്ടെന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഓർമ്മയില്ലാതെ. പിന്നെ ഇത് നമ്മുടെ ചോളം കണ്ട, ഈ ചോളത്തിൻ്റെ ഇതൊക്കെ ഇങ്ങനെ അരിഞ്ഞിടും. ഇത് എന്തിനാ അരിഞ്ഞിടണേന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അരിഞ്ഞിട്ടല്ലേ, അതായത് ചെറിയ ചെറിയ പീസായിട്ടല്ലേ കുഞ്ഞു മക്കൾക്ക് കൊടുക്കുക, പെട്ടെന്ന് ദഹിക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ കമ്പോസ്റ്റ് ചെയ്യുമ്പോഴും ഇതുപോലത്തെ കമ്പോസ്റ്റ്, അതായത് ഇതുപോലത്തെ ബയോബിന് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ചെറുതാക്കി കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്ന് കമ്പോസ്റ്റായിട്ട് കിട്ടും. ഇനി നമ്മൾ മുട്ടത്തോടാണെങ്കിലോ അങ്ങനെ ഇടാതെ ഇത് ഇങ്ങനെ പൊടിക്കുക കണ്ട മുട്ടത്തോട്. ഇനി ഇതിൻ്റെ തന്നെ നമ്മുടെ ഈ ചോളം കടിച്ച അതിൻ്റെ ആ കുറ്റിയിൽ അതൊക്കെ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ഇടുക. പിന്നെ ഇതുപോലെ ചീഞ്ഞതൊക്കെ അരിഞ്ഞ് ഇതുപോലെ ഇടുക. ഇത് നമ്മുടെ ചെമ്മീൻ്റെ തൊണ്ടാണ്. അപ്പോൾ ചിലർക്കൊരു ഡൗട്ടുണ്ട്, മീനിൻ്റെ വേസ്റ്റ് ഇടാൻ പറ്റുമെന്ന് കണ്ട. ചെമ്മീൻ്റെ തൊണ്ടാണ് ഞാൻ ഇടാൻ പാടുന്നത്. ഇതിൽ നമ്മൾ ചാളയുടെ ഈ ചിരിതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇട്ടപ്പോൾ കേട്ടോ. പിന്നെ ഇനി തുണി ഇടുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് അറിയണ്ടായിരുന്നു തുണി ഇടാൻ പറ്റുന്ന. ഇതൊക്കെ നമുക്ക് ഡ്രൈ ആക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത് നമ്മുടെ ചോറാണ് കണ്ട. ചോറ്, അതുപോലെ തന്നെ പച്ചക്കറിയുടെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കണ്ട. ഇനി ചകിരി, പേപ്പർ, കാർഡ്ബോർഡ്, അതുപോലെ തന്നെ ഉള്ളി, വേപ്പല, പിന്നെ സവാള, ഇതൊക്കെയുണ്ട് നമ്മുടെ. ഇനി കുറച്ച് പച്ചക്കറി വേസ്റ്റും കൂടി ഉണ്ട്. ഇപ്പം നമ്മൾ പച്ചക്കറികളൊക്കെ ഇടുമ്പോൾ പ്രത്യേകിച്ച് കുമ്പളങ്ങയൊക്കെ ഇടുമ്പോഴേ അതിന്നാണ് വെള്ളം കൂടുതൽ ഒലിക്കുക, പിന്നെ ചോറിന്നൊക്കെ. അപ്പോൾ പരമാവധി നമ്മൾ അതാത് ദിവസം തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് അന്ന് ഇടാൻ പറ്റിയില്ലെങ്കിൽ ആ നന്നാക്കി ഉടനെ തന്നെ അത് നന്നായിട്ട് ഒരു കവറിൽ ടൈറ്റാക്കി കെട്ടിയിട്ട് നമ്മുടെ വെജിറ്റബിൾ ബാസ്ക്കറ്റിൽ തന്നെ വെക്കുകയാണെങ്കിൽ അത് പുഴുവൊന്നും ഇല്ലാത്തല്ലേ നമ്മളിപ്പോൾ പച്ചക്കറിക്ക് എടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്താൽ പിറ്റേ ദിവസം വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ എല്ലാ വേസ്റ്റുകളും കൂടി ഒറ്റ ദിവസം നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ചോറ് വെള്ളത്തിലിട്ടത് കളയാനാണെങ്കിൽ ആ ചോറിലെ വെള്ളം മുഴുവൻ വാർത്തി കളഞ്ഞിട്ട് പരമാവധി നമ്മൾ വെള്ളത്തിൻ്റെ എമൗണ്ട് കുറയ്ക്കുക. അതാണ് നമ്മുടെ ഈ ബയോബിനിൻ്റെ ഏറ്റവും വലിയ വിജയരഹസ്യം. ഇതിൻ്റെ അടിയിൽ നോക്കിയേ, ഇതൊരു ട്രേ ഉണ്ട് അവർ തന്നത് കണ്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം വെച്ചിട്ടുണ്ട്. ഇതാണ് ആകെ വന്നിട്ടുള്ള വെള്ളം എന്ന് പറയാം, അത്ര പോലും ഇല്ല കണ്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റാക്കിയിട്ട് ഇതിൽ ഈ ഡ്രൈ ഐറ്റംസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു വിധ സ്മെല്ലോ ചീഞ്ഞതൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ അതിന് ഉപയോഗിക്കുന്നത് ഒന്ന് നമ്മുടെ കേട്ടോ, ഇതാണ് നമ്മുടെ ഇനോക്കുലാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. ചകിരിയല്ല, അതിൽ ഈ ചെറിയ ചെറിയ മൈക്രോ ഓർഗാനിസം കമ്പോസ്റ്റിന് സഹായിക്കുന്നതാണ് ഇനോക്കുൽ. നമുക്ക് അവർ ഫ്രീ ആയിട്ട് തന്നതാണ്. ഇതെല്ലാം മൊത്തം ഫ്രീ ആട്ടോ നമ്മുടെ ബിന്നൊക്കെ. പിന്നെ നമ്മളിത് വേറൊരു ഫ്രീ കോസ്റ്റായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ അറക്കാപ്പൊടി കണ്ട. അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിൽ കിട്ടുന്നതാണ്. അറക്കാപ്പൊടി കിട്ടും, നമ്മുടെ കോട്ടൺ തുണി കിട്ടും, ചകിരിയുടെ ഇങ്ങനത്തെ കിട്ടും, കാർഡ്ബോർഡ്, പേപ്പർ, ഇതൊക്കെ നമുക്ക് ഇതിന് ഡ്രൈ ആക്കാൻ പറ്റുന്നതാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ വിറകിൻ്റെ പൊടികൾ, ഓല, ഇങ്ങനത്തെ ഓലയില്ലേ, ഈ ഓലയൊക്കെ കഷ്ണാക്കിയിട്ട് ഇടാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെ ഇടുന്നതെന്ന് കാണിച്ചു തരാം. നമ്മൾ ഈ ബിന്നിൽ ഇപ്പോൾ ഒരു പ്രാവശ്യം ഇട്ടുമല്ലോ, അപ്പോൾ അത് ഇളക്കി നോക്കിയപ്പോൾ ഇത് ഡ്രൈ ആയിട്ടാണ് കിടക്കണം. ഇനി നമുക്ക് ഒരു ഐറ്റം ഇടാം. അത് നമുക്ക് കുറച്ച് ഇനാക്കുല ബദറാം. ഇത് ഫസ്റ്റിലാണ് നമ്മൾ ഇടണമെങ്കിൽ, ആദ്യത്തെ ട്രിപ്പാണ് നമ്മൾ ഇടണമെങ്കിൽ ഒരു 2 ഇഞ്ച് കനത്തിൽ വേണം ഏറ്റവും അടിയിൽ ഇനാക്കുല എടുത്ത്. ഇപ്പോൾ നമ്മളൊരു പ്രാവശ്യം ഇട്ടത് കൊണ്ട് നമുക്ക് ഒരു ലെയർ മാത്രം ഇങ്ങനെ ഇട്ടാൽ മതി കണ്ട. ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇടുന്നത് ഇതാണ് ഇടുന്നത് കണ്ട, നമ്മുടെ ചെമ്മീൻ്റെ തൊണ്ട് ആക്കിയത്. ഒരു മണം ഉണ്ടാവില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇടാം കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചാളയുടെ ഒക്കെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് യാതൊരു വിധ പുഴുക്കളോ അണുക്കളോ ഒന്നും ഇല്ല കണ്ടോ. ഇനി നമ്മൾ വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ഒരു പിടി
ഒരു ചെറിയ പിടി, ഒരു ഡ്രൈനെസ്സിന് വേണ്ടി ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ പച്ചക്കറിയാണ് ഇടുന്നത്. പച്ചക്കറി എന്ന് പറഞ്ഞത് ഇത് ഇങ്ങനത്തെ കഷ്ണങ്ങളാക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ദഹിച്ച് കിട്ടാനായിട്ട് പറ്റും. അല്ലെങ്കിൽ അത് അങ്ങനെ കുറേ നാൾ കെടുക്കും. അങ്ങനെ ആയാലും നിങ്ങൾ വിഷമിക്കേണ്ട. നമ്മുടെ ഈ ബിന്ന് നിറഞ്ഞ് അടുത്ത ബിന്ന് വെച്ചിട്ട് നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കില്ല. അപ്പോൾ നോക്കുമ്പോൾ ദഹിക്കാത്ത കട്ടകളുണ്ടെങ്കിൽ നമുക്ക് അടുത്തയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്യാം. ഈ വേനൽക്കാലം കഴിഞ്ഞ് മഴക്കാലത്ത് നമ്മൾ ഒന്നും നശിപ്പിച്ച് കളയണ്ട. ഇപ്പം ഞങ്ങൾക്ക് തെങ്ങിൻ്റെ കടക്കിലേക്ക് ഇടാൻ ഒന്നുമില്ല, ഇത് കിട്ടിയോട് കൂടിയിട്ട്. നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അപ്പോൾ കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഗ്രൂപ്പുകളിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ടാവും. ഇതൊന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് അധികം ചെയ്യാത്തതാണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ചെയ്യാം. കണ്ടോ. ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് അറക്കാപ്പൊടിയാണ്. കണ്ടു, ഈ മരം മുറിച്ച പൊടിയാണ് ഈ പറയുന്നത്. കണ്ടോ, മരക്കമ്പനിയിലൊക്കെ പോയി അവർ വെറുതെക്ക് തരും. അപ്പോൾ അത് കുറച്ചൊക്കെ മേടിച്ച് വയ്ക്കുക. അതൊക്കെ വെള്ളം നന്നായിട്ട് വലിക്കും. കാരണം ഈ ക്യാബേജ്, കോളിഫ്ലവർ അങ്ങനത്തേതൊക്കെ നന്നായിട്ട് വെള്ളം വരില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. നമുക്കിതൊരു ട്രിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനി അടുത്ത ട്രിപ്പിന് നമുക്ക് ഈ ഇനോക്കുലൊന്നും വേണ്ട. കാരണം ഈ ഉണ്ടായ കമ്പോസ്റ്റിൽ തന്നെ ഇതിൻ്റെ അടുപ്പിലുള്ളത് കൊണ്ട് നമുക്കതൊന്നും തന്നെ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ചോറിട്ട് കൊടുക്കണം. കണ്ട, ഡ്രൈ ആവണം. ഇതിൽ വെള്ളം ഇല്ല. കണ്ട, അങ്ങനെ വേണം നമ്മൾ ഇട്ട്. അല്ലാണ്ട് വെറുതെ ചോറിട്ടു എൻ്റെ വീട്ടിൽ പുഴു വന്നു എന്ന് പറഞ്ഞതിൽ കാര്യമില്ല. നമ്മൾ ഡ്രൈ ആയിട്ട് ഇട്ട് കൊടുത്താൽ ഇതിലൊന്നും സംഭവിക്കില്ല. ചോറ് ബാക്കി വരാതിരിക്കട്ടെ. കാരണം കുറേ പേര് ഭക്ഷണം കിട്ടാത്തവരുണ്ട്. എന്നാലും നമ്മുടെ വീട്ടിലൊക്കെ, കാരണം ഈ പഴയ ചോറ് തിന്നാൽ ഛർദി വരും ചിലർക്ക്. ഇനി നമ്മളിത് പച്ചക്കറി വേസ്റ്റ് ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിത് മുട്ടത്തോട് ഇടണം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പൊടിച്ച് എല്ലാതും ഇടാട്ടോ. മുട്ടത്തോട്, ഉള്ളി. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇലകൾ ഇടാട്ടോ. ശീമക്കൊന്നയുടെ ഇല. ഈ മഴയായ കാരണം പുറത്തേക്ക് നമുക്ക് തീരെ ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഇടാത്ത. അടുത്ത ട്രിപ്പിൽ അതൊക്കെ ഇടും. ഇനി നമ്മളിത് പേപ്പറുകൾ പീസാക്കിയിട്ട് ഒന്നുകൂടി ചെറുതാക്കുകയാണെങ്കിൽ, കാരണം ഇതൊക്കെ വെള്ളം വലിക്കുന്നതാണ്. കണ്ട, ഇതൊക്കെ നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് ഒക്കെ വീട്ടിലേ ഇപ്പോൾ ഈ അറക്കാപ്പൊടിയൊന്നും കിട്ടാത്തവർക്ക് ഇങ്ങനെ നമ്മൾ ചകിരി കത്തിക്കാനൊക്കെ എടുക്കുമ്പോൾ ചകിരി പൂഞ്ച ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കാർഡ്ബോർഡിൻ്റെ പീസ് ഇതൊക്കെ വെള്ളം വലിച്ചെടുക്കുന്നതാണ്. ഉണങ്ങി കരിയല്ല. ഇനി വേറെ ലൈറ്റ് ഉണ്ടായിരുന്നു ഞാൻ എടുത്തില്ല. അതായത് നമ്മൾ ടെറസ് അടിച്ച ഉണങ്ങി വേനൽക്കാലത്ത് നമ്മൾ അടിച്ച് കൂട്ടി വെച്ചതില്ലേ, അതുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ടില്ല ഞാൻ. ഇനി ഈ കോട്ടൺ സാരികളില്ലേ, നമ്മൾ കീറി പറഞ്ഞ സാരികൾ, ഷിമ്മികൾ അല്ലെങ്കിൽ ബനിയൻ, അതായത് നിലത്തിട്ട ചെതലരിച്ച് പോണത്, അല്ലാണ്ട് പോളിസ്റ്റർ ഇടരുത് കേട്ടോ. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഇതൊക്കെ അങ്ങനെ കണ്ട വിശിങ്ങനെ കീറുന്നുണ്ട്. പിന്നെ കത്ര കൊണ്ട് വെട്ടേണ്ട കാര്യമില്ല. അപ്പോൾ ഒഴിവുള്ളവരൊക്കെ ഇരുന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ഇതൊക്കെ ചെയ്യണമെന്ന്. പക്ഷേ നമുക്ക് ഒഴിവുണ്ടെങ്കിൽ ഇതൊക്കെ ഇരുന്നിട്ട് നമ്മുടെ വീട്ടിലധികം വലിയ വേസ്റ്റൊന്നും വലിയ കുപ്പിച്ചിലും പ്ലാസ്റ്റിക് ഒഴിച്ച് എന്തൊട്ട് വേസ്റ്റാണ് വരിക. കണ്ട, ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇതൊക്കെ പൊടിഞ്ഞ് പോക്കോളും. കണ്ട, പിന്നെ മുകളിൽ നമ്മളിനി എല്ലാ സാധനങ്ങളും ഇടുമ്പോൾ അത് ജീർണിച്ച് പോകും. ഇനി ഒരു ഐറ്റം കൂടി ഉണ്ട്. നമ്മുടെ ഉള്ളിത്തോല്, വേപ്പല. ഈ വേപ്പലൊക്കെ ഇടുന്നത് നല്ലതാട്ടോ. കുറച്ച് വേപ്പല അധികം ഉള്ളവരുണ്ടെങ്കിൽ ഇടുന്നത് നല്ലതാണ്. വേപ്പല, പിന്നെ കക്കണ വേപ്പൊക്കെ ഇല്ലേ, അതൊക്കെ ഇട്ടാൽ നമ്മൾ ഈ വേപ്പ് പിണ്ണാക്കൊക്കെ ഇടുന്നതിന് ഒരു ഫലം കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മണോ ഇതിനില്ല. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം. അപ്പോൾ നിങ്ങൾക്കത് പറഞ്ഞു തന്ന ഉപകാരമല്ലേ. ഇങ്ങനെ ചെയ്യുക. ഇനി വീണ്ടും നമ്മൾ ഈ ഇനാക്കുലം വെതറി കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശം നിറഞ്ഞ പോലെ. ഇനി അതൊരു 4 ദിവസം കഴിഞ്ഞിട്ട് തുറക്കുള്ളൂ കേട്ടോ. കാരണം നമ്മുടെ പച്ചക്കറിയൊക്കെ ഒരുവിധം വേസ്റ്റുകളൊക്കെ തീർന്നു. അപ്പോൾ അങ്ങനെയാണ് നന്നായിട്ട് നമ്മൾ വെതറി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു ഇച്ചയോ നമ്മൾ മഴ കൊള്ളാതെ വെക്കണം. വെള്ളം അതിൽ നിൽക്കാൻ പാടില്ല. അതാണ് അതിൻ്റെ മെയിൻ. അതിൻ്റെ റിസൾട്ട് കിട്ടുക അപ്പോഴാണ്. കണ്ടത് ഇങ്ങനെ ചെയ്യുക. നമ്മളൊരു 4 ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് മൂടി വെച്ചു. നമ്മുടെ പണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഇനാക്കുലും ഇതൊക്കെ നമ്മൾ വെള്ളം ആക്കാണ്ട് ടൈറ്റാക്കി എടുത്ത് വെക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓക്കെ.